ഫസ്റ്റ് എക്സ്പെരിമെന്റ് നമ്മൾ മെയിൻ കോൺസെപ്റ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. ഇതിലൂടെ നമ്മൾ 5 എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യത്തെ എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. ആദ്യത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ബോർഡ് എടുത്തിട്ടുണ്ട്. ശേഷം 3 സ്ട്രൈക്കേഴ്സ് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്ട്രൈക്കറിന് എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് രണ്ടാമത്തെ സ്ട്രൈക്കറിലേക്ക് കൈമാറുകയും അതുവഴി മൂന്നാം സ്ട്രൈക്കറിൽ കൈമാറി മൂന്നാം സ്ട്രൈക്കർ തേക്കുന്നതായി കാണാം. ഇതേ പരീക്ഷണം മറ്റൊരു രീതിയിൽ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്ട്രൈക്കർ അമർത്തിപ്പിടിക്കുന്നു. മൂന്നാമത്തെ സ്ട്രൈക്കർ അതിനകത്ത് മുട്ടിച്ചു വെക്കുന്നു. ഒന്നാം സ്ട്രൈക്കർ അടിക്കുമ്പോൾ രണ്ടാമത്തെ സ്ട്രൈക്കർ എനർജി കൈമാറി അത് മൂന്നാം സ്ട്രൈക്കർ ധരിക്കുന്നതായി കാണാം. ഇതേ പരീക്ഷണം മറ്റൊരു രീതിയിൽ കൂടി ചെയ്യുമ്പോൾ ഒന്നാം സ്ട്രൈക്കർ രണ്ടാം സ്ട്രൈക്കറിലേക്ക് അടിക്കുന്നു. രണ്ടാം സ്ട്രൈക്കർ നീങ്ങുന്നില്ല. ഇത് ഒന്നാം സ്ട്രൈക്കർ രണ്ടാം സ്ട്രൈക്കറിലേക്ക് ഒരു ടെൻഡൻസി കാണിക്കുന്നു. ആക്ഷൻ ഫോഴ്സ് ഉണ്ടാവും, തിരിച്ച് റിയാക്ഷൻ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവും. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്, ഒരു ആണി ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ. ശേഷം ഒരു സ്പ്രിംഗ് ബാലൻസ്, 2 സ്പ്രിംഗ് ബാലൻസ് ഈ ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 സ്പ്രിംഗ് ബാലൻസിലെയും റീഡിങ് നമ്മൾ നോക്കുമ്പോൾ രണ്ടും 0യിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് ഈ ഒരു സൈഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. നമുക്ക് രണ്ടിലെയും റീഡിങ് നോക്കാം. രണ്ടിലും ഒരേ റീഡിംഗ് ആണ് കാണിക്കുന്നത്. 200 ന്യൂട്ടൺ, അതിലും 200 ന്യൂട്ടൺ ആണ് കാണിക്കുന്നത്. നമുക്ക് ഒന്നും കൂടി ആവർത്തിച്ച് നോക്കുമ്പോൾ ഇവിടെ 400 ന്യൂട്ടൺ കാണിക്കും, അവിടെയും 400 ന്യൂട്ടൺ കാണിക്കും. ഇവിടെ ഫോഴ്സ് ഈക്വൽ ആണ്, പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് നമ്മൾ വാട്ടർ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ ഈ കപ്പിൽ നമ്മളിവിടെ 2 ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് 2 സ്ട്രോ കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. വെള്ളം ഒഴിച്ചത് ഇത് റൊട്ടേറ്റ് ചെയ്യില്ല, കാരണം ഇവിടെ ആക്ഷൻ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലും റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിലും പക്ഷെ അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നില്ല. നമ്മൾ ഇതേ ഒരു പരീക്ഷണം ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രോക്ക് പകരം 2 വളഞ്ഞ സ്ട്രോകൾ വെച്ച് ചെയ്യാണ്. ഒരു സ്ട്രോ ഈ ഒരു ഡയറക്ഷനിലേക്കാണെങ്കിൽ അടുത്ത സ്ട്രോ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വെള്ളം നിറക്കുമ്പോൾ ഇത് തീർച്ചയായും റൊട്ടേറ്റ് ചെയ്യും, കാരണം ഇവിടെ റിയാക്ഷൻ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലും റിയാക്ഷൻ ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഉണ്ടാവുകയും ഈ ഒരു ഡയറക്ഷനിൽ റിയാക്ഷൻ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഇനി നമ്മൾ 4ാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഒരു രീതിയിലൊരു പൈപ്പ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. 2 ഹോൾസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹോൾസിൽ നമ്മൾ ഒരേ ഡയറക്ഷനിൽ 2 ഹോൾസും വെക്കാണ്. അതിന് ശേഷം ബലൂണിൽ വായു നിറച്ച ശേഷം ബലൂൺ ഇവിടെ ഘടിപ്പിക്കുമ്പോൾ ഇത് കറങ്ങോ ഇല്ലയോ എന്നാണ്, റൊട്ടേറ്റ് ചെയ്യുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് പക്ഷെ റൊട്ടേറ്റ് ചെയ്യില്ല, കാരണം ഇവിടെ ആക്ഷൻ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലേക്കും റിയാക്ഷൻ ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെയും ഒരു ആക്ഷൻ ഫോഴ്സ് ഈ ഒരു സെയിം ഡയറക്ഷനിലും റിയാക്ഷൻ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഉണ്ടാകുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നില്ല. ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോള് ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ട് നോക്കാം. ഈ ഹോള് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച ശേഷം നമ്മൾ ഇതേ പ്രവർത്തനം ആവർത്തിക്കുമ്പോൾ ഈ ഒരു പൈപ്പ് നമുക്ക് ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായി കാണാം. ഒരു ആക്ഷൻ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത് കറങ്ങുന്നത്. ഇത് ആൾസോ ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. നമ്മൾ 5ാമത്തെയും അവസാനത്തെയുമായ എക്സ്പെരിമെന്റ് ആണിത്. ഇത് ഫേമസ് ആണ്, ന്യൂട്ടൺസ് കാർഡിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ സെയിം മാസും വോളിയും ഉള്ള 5 ലോഹ ബോളുകൾ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ 1ാമത്തെ ലോഹ ബോൾ പുറകിലോട്ട് വലിച്ചിട്ട് വിട്ടാൽ എന്താ സംഭവിക്കും നോക്കാം. 5ാമത്തെ ലോഹ ബോളിനാണ് ചലനം സംഭവിക്കുന്നത്, കാരണം ഈ ഒരു എനർജി ഇവിടെ നിന്ന് 2ാമത്തേലേക്ക് കൈമാറുകയും കൈമാറി 5ാമത്തേൽ എത്തുകയും അങ്ങനെ അത് ചലിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഈ 2 ലോഹ ബോളുകൾ ഉപയോഗിച്ച് ചെയ്താൽ അപ്പുറത്ത് 2 എണ്ണമാണ് തെറിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ 3 ലോഹ ബോളുകൾ ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് 3 ലോഹ ബോളുകൾ മറുവശത്ത് നിന്ന് ചലിക്കുന്നതായി കാണാം. ഇത് ശരിക്കും ആക്ച്വലി ഇസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മൊമെന്റം. കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് തിരഞ്ഞെടുത്തത്. So we conclude that if one body exerts a force on second body, then second body simultaneously exerts a force in equal in magnitude and opposite direction to that of the first body. Thank you.